നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആവേശകരമായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് വിജയം. സെഞ്ചുറിയിലേക്കുള്ള കുതിപ്പിനിടെ 16 റൺസ് അകലെ വീണുപോയ വിരാട് കോഹ്ലി അർഹിച്ച അർദ്ധ സെഞ്ചുറിക്ക് 5 റൺസ് അകലെ വീണുപോയ ശ്രേയസ് അയ്യർ സെഞ്ചുറിയുടെ വക്കോളമെത്തിയ മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട്, അർദ്ധ സെഞ്ചുറിയുടെ വക്കിലെത്തിയ 4-5 വിക്കറ്റുകളിലെ കൂട്ടുകെട്ടുകൾ. ആവേശകരമായ സെമി പോരാട്ടത്തിൽ 4 വിക്കറ്റിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ മറികടന്നത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ 49.3 ഓവറിൽ 264 റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിൽ 11 പന്തും 4 വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ വിജയത്തിലെത്തി. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് രണ്ടാം സെമി ഫൈനൽ വിജയികളാകും ഇന്ത്യയുടെ എതിരാളികൾ. ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഉൾപ്പെടെയുള്ള ICC ഏകദിന ടൂർണമെന്റുകളുടെ നോക്കൌട്ടിൽ ഓസീസിനെതിരെ ഏതൊരു ടീമിനും പിന്തുടർന്ന് ജയിക്കുന്ന ഉയർന്ന സ്കോർ എന്ന സ്വന്തം റെക്കോർഡ് ഇതോടെ ഇന്ത്യ ഒന്നുകൂടി പുതുക്കി. 2011 ഏകദിന ലോകകപ്പ് ക്വാർട്ടറിൽ ഇന്ത്യ 261 റൺസ് പിന്തുടർന്ന് ജയിച്ചതാണ് ഓസീസിനെതിരെ നോക്കൌട്ടിൽ ഉയർന്ന റൺസ്. ഇത്തവണ അത് 265 റൺസാക്കി ഉയർത്തിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ഒരിക്കൽ കൂടി സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ചുമലിലേറിയാണ് ഇന്ത്യയുടെ വിജയക്കുതിപ്പ് എന്നത് ശ്രദ്ധേയം. 98 പന്തിൽ 5 ഫോറുകളോടെ 84 റൺസ് എടുത്ത കോഹ്ലി തന്നെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ശ്രേയസ് അയ്യർ 62 പന്തിൽ 3 ഫോറുകൾ സഹിതം 45 റൺസ് എടുത്ത് പുറത്തായി. 43 റൺസിനിടെ ഓപ്പണർമാരെ ഇരുവരെയും നഷ്ടമാക്കി തകർച്ച മുന്നിൽ കണ്ട ഇന്ത്യ മൂന്നാം വിക്കറ്റിൽ കരുതലോടെ ബാറ്റ് ചെയ്ത് 111 പന്തിൽ 91 റൺസ് കൂട്ടിച്ചേർത്താണ് ഇരുവരും രക്ഷപ്പെടുത്തിയത്. KL രാഹുൽ 34 പന്തിൽ 2 വീതം 6ഉം 4ഉം സഹിതം പുറത്താകാതെ 42 റൺസ് വരെ പിടിച്ചു നിന്നു. ഹർദിക് പാണ്ഡ്യ 24 പന്തിൽ 3 6ഉം 1 4ഉം സഹിതം 28 എന്നിവരുടെ അവസാന ഓവറുകളിലെ പ്രകടനവും നിർണായകമായിരുന്നു. രവീന്ദ്ര ജഡേജ 1 പന്തിൽ 2 റൺസുമായി രാഹുലിനൊപ്പം പുറത്താകാതെ നിന്നു. അവസാന നിമിഷങ്ങളിൽ 12 റൺസ് അനുപാതം ഒരേ നിലയിൽ തുടർന്നത് ചെറിയ തോതിൽ ടെൻഷൻ ഉയർത്തിയെങ്കിലും ഈ ആദം സാം എറിഞ്ഞ 47ാം ഓവറിൽ ഇരട്ട സിക്സറുമായി പാണ്ഡ്യ സമ്മർദ്ദം കയറ്റി. 6ാം വിക്കറ്റിൽ പാണ്ഡ്യ രാഹുൽ സഖ്യം 32 പന്തിൽ 34 റൺസ് കൂട്ടിച്ചേർത്തു. വിജയത്തിന് അരികെ പാണ്ഡ്യ പുറത്തായെങ്കിലും ജഡേജയെ സാക്ഷി നിർത്തി തകർപ്പൻ സിക്സുകളിലൂടെ രാഹുൽ തന്നെ വിജയ റൺ കുറിച്ചു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 29 പന്തിൽ 3ഉം 4ഉം 1 6ഉം സഹിതം 22 റൺസ് എടുത്തു. 30 പന്തിൽ ഓരോ 4ഉം 6ഉം സഹിതം 27 റൺസ് എടുത്ത അഷ്റഫ് പട്ടേലിന്റെ പ്രകടനവും നിർണായകമായി. ശുഭ്മാൻ ഗിൽ 11 പന്തിൽ 1 4 സഹിതം 8 റൺസ് എടുത്ത പുറത്തായി. ഓസീസിനായി ആദം സാം 10 ഓവറിൽ 60 റൺസ് വഴങ്ങിയും നേതൻ എലീസ് 10 ഓവറിൽ 42 റൺസ് വഴങ്ങിയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ബെൻ ട്വാഷ്യൂസ്, കൂപ്പൻ കോളി എന്നിവർക്ക് ഓരോ വിക്കറ്റും ലഭിച്ചു.